അപ്പോൾ ഇത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചർച്ചിൻ ബെൻ, വൈസ്മൻ ചർച്ചിൻ ബെൻ, വൈസ്മൻ ഡോക്ടർ ചർച്ചിൻ ബെൻ. ഇത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് എനിക്കറിയാം. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ്മൻ വഴി അറിയാം. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് എനിക്കറിയില്ല. അതെന്താണെന്നുള്ള കാര്യം പുള്ളി സ്പോർട്സ് കൗൺസിലോ എന്തൊക്കെയോ സംഭവമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ ഒരു ഇതിനു വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, അങ്കിളെ ഡോക്ടറെ ഒന്ന് പറഞ്ഞൊരു അങ്കിളിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്താണ് അങ്കിൾ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. പറഞ്ഞോളൂ. ഒരു മിനിറ്റിൽ അങ്കിൾ ഒന്ന് പറ, അങ്കിൾ എന്താണെന്നൊന്ന് പറഞ്ഞോളൂ. റിജിയുടെ അറിവിലേക്ക് ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. ഓക്കെ. ഫിസിക്കൽ മെഡിസിൻ റീഹാബിൽ ഓക്കെ. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ. ഓക്കെ. അപ്പോൾ അങ്കിൾ എവിടെയാണ്? ട്രിവാൻഡ്രത്താണോ പഠിച്ചത്? ഞാൻ പഠനമെല്ലാം ട്രിവാൻഡ്രത്താണ്. വെരി ഗുഡ്. ഓക്കെ. സ്പോർട്സ് മെഡിസിൻ നമ്മുടെ ഫിസിക്കൽ മറ്റേ ഓൾ ഇന്ത്യ പട്യാലയിലാണ് പഠിച്ചത്, NIS പട്യാല. ഓക്കെ. എനിക്കറിയില്ല, ഞാൻ മന്ദബുദ്ധിയായിട്ട് അതൊന്നും അറിയില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും കൊള്ളാം. എനിക്ക് അങ്കിളിനെ പറ്റി എനിക്ക് ഒരു എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷമായിട്ട് അറിയാമെങ്കിലും അങ്കിളൊരു ഫിസിക്കൽ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ അങ്കിളുടെ ഒരു പ്രാക്ടിക്കൽ ഇത് ഒരു ബെനിഫിറ്റ് ഞാൻ അനുഭവിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്യുന്നതിൽ അങ്കിളിന് വിഷമമുണ്ടോ? അങ്കിളിനത് ഓർമ്മ കാണില്ല, ഡോക്ടറിനത് ഓർമ്മ കാണില്ല. അങ്കിള്, ഡോക്ടർ, സാറ് എന്നെല്ലാം ഞാൻ വിളിക്കും. ഞാൻ പറയട്ടെ, ഞാനൊരു ഈ വൈസ്മനിലൊരു 10-40 വർഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അറിഞ്ഞോ അറിയാതെ ആദ്യമൊക്കെ പൊറോട്ട കഴിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അപ്പനും അമ്മയും ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ട് 2019 മറ്റൊരു റീജിയണൽ കൾച്ചറൽ മീറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു. അതിന് സൂസിയാൻഡി ഏരിയ പ്രസിഡൻ്റ് മറ്റായിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ മഹാബലിയായിട്ടോ മറ്റോ കയറേണ്ട ഒരു സമയത്ത് ഞാൻ ഓഡിയോ ട്രാക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ ഒരാൾ കൊളാപ്സ് ചെയ്ത് വീണു. ഒരു പയ്യൻ, ഈ മേ ബി അറൗണ്ട് 25 years. കൊളാപ്സ് ചെയ്ത് വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഡിയോ കേൾപ്പിക്കാൻ ആളില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ ബാക്കപ്പ് നോക്കിയപ്പോൾ ആരുമില്ല. അപ്പം ഞാൻ അവിടെ കിടന്നിട്ട് പറഞ്ഞ് ആരെങ്കിലും വരൂ. അപ്പോൾ എനിക്കും പേടിയായിപ്പോൾ, ഇവനെന്താ അവിടെ വീണ്, ഞാൻ ചെന്ന കാരണം ചത്തുപോയാണോ എന്ന് അറിയണമല്ലോ. ഞാനും പേടിച്ചു പോയി. അന്നേരം കിടന്ന് വിളിച്ചപ്പോഴത്തേനും തൊട്ടടുത്ത് തന്നെ കൈ ഈ എന്തോ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നൊരു അദ്ദേഹം ഒട്ടും പഠിത്തമില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും വിവരമുള്ള ഡോക്ടർമാരാരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് വിളിക്കൂ, ഒന്ന് ഉറക്കെ വിളിച്ച് പറയൂ. അവിടെ മൈക്കും ഇല്ല, മൈക്ക് സിസ്റ്റത്തിൻ്റെ ആളാണ്, അയാളുടെ ഓഫായിപ്പോയി. ഞാൻ ഉറക്കെ നിലവിളിച്ച് ആരെങ്കിലും ഡോക്ടർമാരുണ്ടോ എന്ന് വിളിച്ചപ്പോഴത്തേനും അവിടെ ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു ഡോക്ടർ മാത്രം എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞ് വന്നതാണ് ഡോക്ടർ ചർച്ചിൻ ബെൻ. വന്നിട്ട് ഈ പയ്യൻ അവിടെ കിടക്കുന്ന കണ്ടപ്പോഴത്തേനും പറഞ്ഞു, പിടിച്ച് പൊക്കിയെടുക്കൂ, നിങ്ങൾ ഇത്രയും പേര്, അവിടെ ഒരു 10-50 പേരുണ്ട് കൂടി നിൽക്കുക, എല്ലാവരും ചുറ്റും നോക്കിക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അന്നേരം പറഞ്ഞു, പിടിച്ച് പൊക്കിയെടുത്തിട്ട് എവിടെയെങ്കിലും ഒരു എന്താണ് ഒരു ഡോക്ടർ അന്ന് പറഞ്ഞെന്താ എനിക്കറിയില്ല, ഒരു ഫെയർ പ്ലാറ്റ്ഫോമിൽ കിടത്താൻ പറഞ്ഞു. കിടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗുണമില്ലാത്തവന്മാരെല്ലാം മാറി നിൽക്കാൻ പറഞ്ഞു. അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവരെല്ലാം അവന് ഓക്സിജൻ കിട്ടട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സാറ് ചെയ്തതെന്താ എനിക്കറിയില്ല, സം മാസ്മറിക് തിങ് യു ഡിഡ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആംബുലൻസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അവനെ കൊണ്ടുപോയി. ആ പയ്യൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതിലാണ് എനിക്ക് അത്രയും നാൾ വരെ എനിക്ക് ചർച്ചിൻ സാറ് എന്നോട് വലിയ ബഹുമാനമൊന്നുമില്ലായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായത്. ഇതാണ് എനിക്ക് ഇന്ന് ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ്, ഞാൻ ചുമ്മാ തള്ളാറില്ല, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് എനിക്ക് വേണ്ടിയത്. അത് അന്നത്തെ എനിക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നത് ഓർത്തെടുത്ത് സാറ് പറയാണ്, ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്നതല്ലേ. എന്നെ സംബന്ധിച്ചുള്ളത് അങ്ങനെയല്ല. സാർ അതിനെപ്പറ്റി ഓർമ്മയുണ്ടോ ഇപ്പോഴെങ്കിലും? വളരെ വ്യക്തം ഓർമ്മയില്ല.
എന്നാലും ഈ ആൾക്കാർ കൂടുന്ന ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ നെസസിറ്റിയാണ് ഇത്. എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം. അതെ, അവിടെ എൻ്റെ അറിവും എൻ്റെ മനസാന്നിധ്യവും നന്മയ്ക്കായി വളരെ സന്തോഷമുണ്ട്. അല്ല, അതിനകത്ത് ഡോക്ടറെ ഞാൻ വേറൊരു കാര്യം പറയാം. പലരും ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഡോക്ടറിനും വിഷമാവുമെന്ന് വിചാരിക്കുക. ഡോക്ടറിനെക്കാട്ടും വലിയ ഡോക്ടർമാർ ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അന്ന് അവിടെ കൊല്ലത്ത് അവിടെ ആ വെന്യൂവിലും ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ആ സിറ്റുവേഷൻ കണ്ട് വന്ന് അതിനെ ഹാൻഡിൽ ചെയ്ത കാര്യം, എന്തിന് ഞാൻ ഈ റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ച് പുറകോട്ട് പോയിട്ടുള്ള പല ഡോക്ടർമാരും എനിക്കറിയാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയില്ല, എന്നാലും ഞാൻ പറയാണ്, ഡോക്ടർ ഫ്രണ്ടിലോട്ട് കാര്യം ഡോക്ടർ വന്ന് ചെയ്യുമ്പം എങ്ങാനും ഇത് ഫെയിലായിപ്പോയി. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ AYTech എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു. ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരുടെ തലയ്ക്ക് അടിക്കുന്ന ആദ്യം എൻ്റെ തലയ്ക്ക്. അപ്പം തലയ്ക്ക് അടി കിട്ടുന്നിടത്ത് ഞാൻ പുറകോട്ട് മാറിയിരിക്കും. അപ്പം ഡോക്ടർ അവിടെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെയ്ത ചില കാര്യങ്ങൾ 1-2 വാക്കേ പറഞ്ഞുള്ളൂ. പുറകോട്ട് മാറി നിൽക്കൂ, ആംബുലൻസ് വിളിക്കൂ. അല്ല, നമ്മൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വാചാലമായിട്ട് അത് ഇതെന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് അതിലാണ് ഭയങ്കര സന്തോഷം. എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു ചർച്ച് ഇൻ ബെൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണെന്നാണ് എൻ്റെ അപ്പം പറഞ്ഞത്. മനസ്സിലായോ? അതിൽ ഞാൻ വിശ്വസിക്കുന്നു. നല്ല കാര്യം. ഇന്ന് ജൂലൈ 1 ജൂലൈ 1 എനിക്കറിയത്തില്ലായിരുന്നു. ഡോക്ടേഴ്സ് ഡേ ആണെന്നൊക്കെ പറയുന്നു. ഡോക്ടേഴ്സ് നമുക്ക് ഇഷ്ടംപോലെ ഡോക്ടേഴ്സിനെ പരിചയം അടുപ്പമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതുപോലൊരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് വിത്തൗട്ട് യുവർ ദിസ് തിങ് ഐ എം ടെല്ലിങ്, ഐ വുഡ് ലൈക്ക് ടു ഓണർ യു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഓൺലൈനായിട്ടാണ്. പിന്നെ എപ്പോഴേലും കാണുമ്പോൾ ഒരു ഉമ്മ തരാം, അല്ലാതെ ഒന്നുമില്ല. എന്തായാലും നല്ല ദ സർവീസ് യു ആർ ഡൂയിങ് ഈസ് വർത്ത്. ഐ ടെൽ യു, നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ 40, 60, 100 മേനിയായി തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നതാണ്. അതിനെപ്പറ്റി ഇതെല്ലാം ഞാൻ ഇത്രയും പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ അതിനെപ്പറ്റി നമ്മൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞിപ്പം 7 മിനിറ്റ് ആയി. ഒരു കുഴപ്പമില്ല, എത്ര മിനിറ്റ് ആയാലും കുഴപ്പമില്ല. ഡോക്ടർ അതിനൊരു റെസ്പോൺസ് തന്നേ പറ്റത്തുള്ളൂ. ഒന്ന് പറഞ്ഞോളൂ. ഈ റെസ്പോൺസ് പറഞ്ഞത് ഡോക്ടർ എന്ന ആ പ്രൊഫഷന്റെ ഒരു കാതലായ അംശത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടർമാർ ഈ സമൂഹത്തിന്റെ ആരോഗ്യത്തിന്, ആരോഗ്യ പരിപാലനത്തിന്, നിലനിൽപ്പിനും ഘടകമെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ ദിനം എന്നൊരു ദിനം നമ്മൾ ആചരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കേ. ഇത് ആചരിക്കാൻ കാരണമായത് ഒരു ഡോക്ടർ ആണ്. വെസ്റ്റ് ബംഗാളിലെ ഡോക്ടറാണ് അദ്ദേഹം. ഓക്കേ. ആരാ പുള്ളിയുടെ പേരെന്താ? ബിജൻ റോയ്. ഓക്കേ. അദ്ദേഹം പിന്നീട് വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയായി. ഓക്കേ. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്റെ ജീവിതം പൊതുജന ആരോഗ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഓക്കേ, വെരി ഗുഡ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് 1/7/1900. അപ്പം ഈ ജൂലൈ 1 എന്ന് പറയുന്ന പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. അതിലാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ, ആചരിക്കുന്നത് അല്ലേ? സാറ് സ്റ്റക്കായെന്ന് തോന്നുന്നു.